ജോലിയൊക്കെ തീർത്ത് പത്തനംതിട്ട കാനറ ബാങ്ക് ശാഖയിൽ നിന്നും ജീവനക്കാർ പോകാനൊരുങ്ങുമ്പോഴാണ് കനത്ത മഴയെ തുടർന്ന് ബാങ്കിനുള്ളിലേക്ക് വെള്ളം ഇരിച്ചു കയറിയത്. നിമിഷങ്ങൾക്കകം 1.5 അടിയോളം വെള്ളം ബാങ്കിനുള്ളിൽ ഉയർന്നു. ബാങ്ക് ജീവനക്കാർ ഉടൻ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. ഫയർഫോഴ്സ് എത്തി മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് കളയാൻ ആരംഭിച്ചു. വെള്ളം ബാങ്കിനകത്ത് കയറിയപ്പോഴേ ജീവനക്കാർ രേഖകളെല്ലാം സുരക്ഷിതമായി മറ്റൊരു മുറിയിലേക്ക് മാറ്റി. കഴിഞ്ഞ വർഷങ്ങളിലും ശക്തമായ മഴ പെയ്താൽ ബാങ്കിനുള്ളിൽ വെള്ളം കയറിയിരുന്നതായി ജീവനക്കാർ പറഞ്ഞു. എല്ലാ സാധനങ്ങളെല്ലാം മാറ്റിയിരുന്നു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ ഉള്ളൂ. സാധനങ്ങളെല്ലാം മാറ്റിയതാണ്. വെള്ളം കയറി വന്നത് ഇവിടെ ഇതിപ്പോൾ പുതിയ റിനോവേഷൻ കഴിഞ്ഞ ബ്രാഞ്ചാണ്. 2024 റിനോവേഷൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്തെല്ലാം ആ ഡ്രെയിനേജിൽ നിന്നും വെള്ളം ഫില്ലായിട്ട് ബ്രാഞ്ചിലേക്ക് കയറുക. ബാങ്കിന്റെ പ്രവർത്തനം 3:30 കൂടി കഴിഞ്ഞു. എവിടെല്ലാം ബാറ്ററി വെച്ചിരിക്കുന്നിടത്തെല്ലാം വെള്ളം കയറി. ഇതിന്റെ അടിവശത്ത് 1 അടിയോളം വെള്ളം ഇവിടെ കയറി. ഇതെല്ലാം പുതിയ ചെയറുകളും റിനോവേഷൻ കഴിയുമ്പോൾ എല്ലാം പുതിയ സാധനങ്ങളാണ്. അതെല്ലാം ചീത്തയായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2 തവണ ഉണ്ടായിട്ടുണ്ട്. ഇത് 3ാമത്തെ തവണയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ഇങ്ങനെ ഈ സംഭവം ഉണ്ടാകുന്നത്. അത് നിലവിൽ അവിടെ ഒരു ഓടയുണ്ട്. ആ ഓടയിൽ നിന്ന് ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുക. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ വെള്ളം വലിഞ്ഞു പോകുന്നില്ല. അങ്ങനെ കഴിഞ്ഞ വർഷവും ഉണ്ടായി. ഇപ്പം 3ാമത്തെ തവണ ഉണ്ടായിരുന്നു. ഡാമേജ് നമ്മുടെ പേപ്പറുകളൊക്കെ നനഞ്ഞിട്ടുണ്ട്. പെട്ടെന്നായിരുന്നു മഴ തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ തന്നെ വെള്ളം വന്നു. അല്ലാതെ വലിയ കമ്പ്യൂട്ടറുകൾക്ക് അങ്ങനെ സിസ്റ്റത്തിനൊന്നും ഡാമേജ് വന്നിട്ടില്ല. പേപ്പറുകളൊക്കെ നനഞ്ഞു, അങ്ങനെയുള്ളതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ മാറ്റി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം പറ്റിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യേണ്ട താമസമേ ഉള്ളൂ. പ്രവർത്തിക്കാൻ പറ്റും. പ്രവർത്തിക്കുന്ന തടസ്സമൊന്നുമില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വെള്ളം പൂർണ്ണമായും പമ്പ് ചെയ്ത് കളയാൻ സാധിക്കുമെന്ന് ഫയർഫോഴ്സ് ജീവനക്കാരും പറഞ്ഞു. അതിശക്തമായ മഴ 1 മണിക്കൂറുണ്ടായിരുന്നു. ആ 1 മണിക്കൂറുള്ള മഴയത്ത് ഈ ഡ്രെയിനേജിലേക്ക് പോകേണ്ട വെള്ളം ബാങ്കിന്റെ ഫ്രണ്ടിൽ ഇന്റർലോക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ചെറിയ ചെറിയ ഹോളുകളാണുള്ളത്. ആ ഹോളുകൾ അടഞ്ഞു കിടന്നതാണ് വെള്ളം ബാങ്കിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കാരണമാണ്. വെള്ളം ഔട്ട്പുട്ട് കുറവാണ്. അതായത് നമുക്ക് വെള്ളത്തിന്റെ ഡെപ്ത് കുറവായതുകൊണ്ട് വളരെ കുറച്ചേ വെള്ളം പോകും. അതുകൊണ്ടാണ് 1 മണിക്കൂർ കൂടെ സമയം വേണ്ടി വരുന്നത്. ബാങ്കിന് മുന്നിലെ ഓട പലയിടങ്ങളിലും അടഞ്ഞ അവസ്ഥയാണ്. യഥാസമയം ഓട വൃത്തിയാക്കാത്തതാണ് ഓടയുടെ സമീപത്തെ സ്ഥാപനങ്ങളിൽ ശക്തമായ മഴയിൽ വെള്ളം കയറാൻ കാരണമെന്നാണ് വിമർശനം ഉയർന്നിട്ടുള്ളത്. നാളെയും ശക്തമായ മഴ പെയ്താൽ എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് ബാങ്ക് ജീവനക്കാർ. റിപ്പോർട്ടർ പത്തനംതിട്ട.